നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരാജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? പരാജയത്തെക്കുറിച്ച് തോമസ് ആൽവ എഡിസൺ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, 10,000 വഴികളിലൂടെ ഞാൻ മനസ്സിലാക്കി അത് വർക്ക് ചെയ്യില്ല എന്നുള്ളത്. ലോകത്തിലെ ബില്യണേഴ്സിൽ ഒരാളായിട്ടുള്ള റിച്ചാർഡ് ബ്രാൻസൺ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ നടക്കാൻ പഠിക്കുന്നത് അതിൻ്റെ നിയമങ്ങൾ പഠിച്ചുകൊണ്ടല്ല, അത് നടക്കാനായി ശ്രമിക്കുന്നു, അതിനുശേഷം വീഴുന്നു, ആ വീഴ്ചയിൽ നിന്നും അങ്ങനെ നടന്നും വീണും ആണ് നടക്കാൻ പഠിക്കുന്നതെന്നാണ്. ആഫ്രിക്കയുടെ ചരിത്രത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത നെൽസൺ മണ്ടേലയുടെ അഭിപ്രായ പ്രകാരമാണ്: എന്നെ നിങ്ങൾ ഒരിക്കലും എൻ്റെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത്, മറിച്ച് എന്നെ വിലയിരുത്തേണ്ടത് ഞാൻ എപ്പോഴൊക്കെ വീണിട്ടുണ്ടോ, ആ വീഴ്ചയിൽ നിന്ന് എപ്പോഴൊക്കെ ഞാൻ ഉയർന്നു വന്നിട്ടുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിലയിരുത്തിയാൽ മതി എന്നാണ്. അപ്പോൾ ഈ പരാജയം ആണ് ജീവിതം എന്ന് വിചാരിക്കുന്നവരുടെ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പരാജയത്തെ വിജയത്തിലേക്ക് മാറ്റാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രഭാവലയം അല്ലെങ്കിൽ ഓറ വളരെയധികം ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക്, ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു ടെക്നിക്ക്, ഇതൊക്കെയാണ് ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ജീവിതം പരാജയമാണെന്ന് കരുതുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അവർ വളരെ നെഗറ്റീവായിട്ട് അവരറിയാതെ തന്നെ അവരെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് അവർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അവരുടെ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ അവരുടെ പേരൻസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നൈബേഴ്സിൽ നിന്നായിരിക്കാം. ഇങ്ങനെ അവരുടെ ആ ഒരു ചുറ്റുപാടിൽ മുഴുവൻ വളരെ നെഗറ്റീവായിട്ടുള്ള, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തരത്തിലും കഴിവില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അവർ കേട്ടിട്ടാണ് വളർന്നു വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി അവരുടെ വിശ്വാസത്തിലുള്ളത് അവർക്ക് ഒന്നിനും സാധിക്കില്ല എന്നുള്ളതായിരിക്കും. നമ്മുടെ ബ്രെയിനിൽ റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിനെ അത് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിച്ചു തരിക, അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എവിഡൻസസ്, തെളിവുകൾ കാണിച്ചു തരിക എന്നുള്ളതാണ് ഈ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തരത്തിലും ഒരു കാര്യം സാധിക്കില്ല, വളരെ പരാജയമാണ് ജീവിതം എന്ന് തോന്നുന്നവരുടെ ലൈഫിൽ ഈ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളായിരിക്കും കാണിച്ചു തരാം. അപ്പോൾ ഈ പരാജയം എന്ന് പറയുന്നത് ഒരു കോയിന്റെ ഒരു വശമാണെന്നും ഇത് നമുക്ക് 360 ഡിഗ്രി തിരിക്കാമെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെയാണ് എല്ലാ തരത്തിലുള്ള മാജിക്കുകളും സംഭവിക്കുന്നത്. അതായത് ജീവിതത്തിൽ എനിക്ക് ഒന്നിനും സാധിക്കില്ല എന്നതിന് പകരം എനിക്ക് പല കാര്യങ്ങളും സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു 360 ഡിഗ്രി നമുക്ക് ടേൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ സമയത്തും ഈ പറയുന്ന റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യും. പക്ഷെ ആ സമയത്ത് അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് അനുകൂലമായിട്ടായിരിക്കും. അവിടെ നാം കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഇത് ശരിയാണല്ലോ, എൻ്റെ ജീവിതം വളരെ സക്സസ് ആണല്ലോ എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകളായിരിക്കും ഈ പറയുന്ന റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം കാണിച്ചു തരാം. അപ്പോൾ സ്വാഭാവികമായും തോന്നുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ പറയുന്ന ഒരു 360 ഡിഗ്രി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുക? അതായത് ഈ പറയുന്ന നെഗറ്റീവ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ അതിനെ ഓവർ റൈറ്റ് ചെയ്യാൻ സാധിക്കണം. ഇത് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മുടെ ബ്രെയിൻ വേവ്സ്, വളരെ ശാന്തമായിട്ടുള്ള ആൽഫ ബ്രെയിൻ വേവ്സ് അല്ലെങ്കിൽ തീറ്റ ബ്രെയിൻ വേവ്സ്, ഈ പറയുന്ന തരംഗങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നാം അഫേം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള വാചകങ്ങൾ അത് നമ്മുടെ ഒരു വിശ്വാസമായി മാറി വരും. അപ്പോൾ അതിന് സഹായിക്കുന്ന തരത്തിലുള്ള 7.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഐ ആം റിച്ച് അഫർമേഷൻ. ആ വീഡിയോ സ്ഥിരമായി കേൾക്കുകയാണെങ്കിൽ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇക്വേഷൻ വളരെയധികം പോസിറ്റീവ് ആക്കുന്നതിന് അത് നമ്മെ സഹായിക്കും. അപ്പോൾ ഈ പറയുന്ന നെഗറ്റീവ് ബിലീഫ്സ് അത് നമുക്ക് ഓവർ റൈറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതിൻ്റെ ഭാഗമായി അത് നമ്മുടെ ബീയിങ്ങിൽ നാം ഇരിക്കുന്ന അവസ്ഥയിൽ ആ ഒരു സക്സസിൻ്റെ, ഒരു വിജയത്തിൻ്റെ ഒരു അവസ്ഥയിലാകുന്നതിനും അത് നമ്മെ സഹായിക്കും. ഇനി ഈ പരാജയമാണ് എന്ന് വിചാരിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പറയുന്ന നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇവരുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരായിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ലോ ആയിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും. ഈ ഒരു വൈബ്രേഷൻ്റെ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ലോ വൈബ്രേഷൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത് അസൂയ, ദേഷ്യം, ഭയം എന്ന് പറയുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ വളരെയധികം താഴ്ന്ന വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ആളുകൾ വളരെയധികം റിയാക്റ്റീവ് മോഡിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതായത് പ്രതിപ്രവർത്തനം, എല്ലാത്തിനും അവരുടെ ഒരു ലൈഫിൽ ഈ ഒരു റിയാക്ഷൻ മോഡാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ഒരു റിയാക്ഷൻ പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. അതായത് ഇതിങ്ങനെ അനന്തമായി ഇതിങ്ങനെ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ലൂപ്പിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ സാധിച്ചാലാണ് ഈ പറയുന്ന ഒരു പരാജയത്തിൽ നിന്ന് നമുക്ക് വിജയത്തിലേക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് തീരെ മനസ്സമാധാനമില്ല, അല്ലെങ്കിൽ അയാൾക്ക് തീരെ ഒരു സ്വസ്ഥതയില്ല ആ വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റിൽ. കാരണം വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് വളരെ മോശമായിട്ട് പെരുമാറുന്നു. അതിൻ്റെ ഭാഗമായി ഇയാൾ വളരെയധികം റിയാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റിയാക്ഷൻ എന്താണ് ചെയ്തത്? അയാൾക്ക് ആ ഒരു എൻവയോൺമെൻറ്റായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ അയാൾ വേറൊരു ജോലി, വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് മാറുന്നു. അവിടെയും ഈ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രൊവോക്കിങ്, ആരെങ്കിലും ഒരാളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് തോന്നാണ്, ഓ ഈ സ്ഥലവും ശരിയല്ല, അപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ഇങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ഒരാളുടെ കരിയർ ലൈഫിലുണ്ടാവുന്ന ഈ ഒരു റിയാക്ഷൻ, ഇൻഫിനിറ്റ് ആയിട്ടുള്ള അനന്തമായി പോകുന്ന ഈ ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി ചില വ്യക്തികളുടെ റിലേഷൻഷിപ്സിലായിരിക്കാം, അതൊരു പക്ഷേ ദാമ്പത്യത്തിലായിരിക്കാം. ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നു, അതിനുശേഷം ആ പാർട്ട്ണറായിട്ടുള്ള ഇക്വേഷൻ മാറുന്നു, ഇയാൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു, ആ ഒരു ബന്ധം വേറിട്ട് പോകുന്നു, പിന്നെ വേറൊരു റിലേഷൻഷിപ്പിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നു, അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഈ പറയുന്ന ഒരു റിയാക്ഷനാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമായി വരുന്നത്. ഈ ഒരു റിയാക്ഷൻ അവരറിയാത്തിടത്തോളം കാലം അതൊരു ലൂപ്പായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ ഒരു ലൂപ്പായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അയാൾ ആ ഒരു ക്ലാസ് സക്സസ് ആവാത്തിടത്തോളം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു ലൂപ്പിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കും? ഈ ഒരു റിയാക്ഷനിൽ നിന്ന് നമുക്കൊരു ക്രിയേഷൻ മോഡിലേക്ക്, അതായത് എല്ലാത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ക്രിയേറ്റീവ് മോഡ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, അതിൻ്റെ സക്സസ് ആയാലും ശരി, അതിൻ്റെ ഫെയിലിയർ ആയാലും ശരി, അതിന് പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റീവ് മോഡിലേക്ക് മാറും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വളരെ റെസ്പോണ്ടീവായിട്ടായിരിക്കും. അതായത് അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ പ്രതികരിക്കുന്നത്. അല്ലാതെ ഒരു പ്രതിപ്രവർത്തനമല്ല അവിടെ സംഭവിക്കുന്നത്, റിയാക്ഷൻ അല്ല. ക്രിയേറ്റീവ് മോഡിൽ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റെസ്പോണ്ടീവ് ആകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. ചിലപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ എൻവയോൺമെൻറ്റിൽ നിന്ന് മാറിപ്പോയിട്ടായിരിക്കാം. എങ്ങനെയാണോ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ അതിനെ പ്രതികരിക്കുക. അതാണ് ഈ പറയുന്ന റെസ്പോൺസീവ് ആയിട്ടുള്ള മോഡ് എന്ന് പറയുന്നത്. അതിനെങ്ങനെ നമുക്ക് സാധിക്കുക? അതിന് സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള, ഇപ്പോൾ ഓഫീസിലെ കൊളീഗ് വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്നു, അപ്പോൾ അത് മനസ്സിലേക്ക് വരാണ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ. പക്ഷെ ആ മൊമെൻറ്റിൽ കണ്ണടച്ചിരിക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാതെ ആ ഒരു മെമ്മറിയെ, ആ ഒരു ഓർമ്മയെ ജസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് ഒരു തരത്തിലും റിയാക്ട് ചെയ്യാതെ, മിണ്ടാതെ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളപ്പോൾ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കൊണ്ടുവന്നു, ആ ഒരു റിയാക്ഷൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കൊണ്ടുവന്നു. ഇത് തുടരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മെമ്മറീസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചാടി കയറിയിട്ടുള്ള ആ ഒരു റിയാക്ഷൻ മോഡ് മാറും. അങ്ങനെ അത് കണ്ണടച്ച് പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമുക്ക് കണ്ണ് തുറന്നിട്ടും അത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ചില വ്യക്തികൾ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും കണ്ണ് തുറന്നിട്ട് ചില ആളുകൾ വളരെ ഈസി ആയിട്ട് പെരുമാറുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? അവർക്ക് അതിനുള്ള ആ ഒരു കാപ്പബിലിറ്റി, ആ ഒരു കഴിവ് അവർ ആർജിച്ചെടുത്തു. ആ ആർജിച്ചെടുക്കുന്നത് പല രീതിയിലായിരിക്കാം. എല്ലാവരും മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു ഡിസ്റ്റൻസ് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, അയാൾ എന്ത് വേണേൽ പറഞ്ഞോട്ടെ, അത് എൻ്റെ ഒരു ബിസിനസ് അല്ല, ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന്. എൻ്റെ ഇൻറ്റൻഷൻ എത്രത്തോളം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ ഒരു തരത്തിലുള്ള ഒരു അപ്രൂവലിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒരു തരത്തിലുള്ള ഒരു വാലിഡേഷനോ എനിക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് ഒരു റെസ്പോൺസീവ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന റിയാക്റ്റീവ് മോഡിൽ നിന്ന് മാറും. അങ്ങനെ റിയാക്റ്റീവ് മോഡിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള പല ലൂപ്പുകൾ, ജീവിതത്തിൽ തുടർച്ചയായിക്കൊണ്ടിരിക്കുന്ന ലൂപ്പുകൾ നമുക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ലൂപ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ നമ്മുടെ ജീവിതം വിജയകരമായ ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്, ഈ പരാജയപ്പെടുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതം പരാജയമാണെന്ന് വിചാരിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ വിശ്വാസം, ഫെയ്ത്ത് എന്ന് പറയുന്നത് വളരെ വീക്കാണ് എന്നുള്ളതാണ്. എന്താണ് ഈ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വിശ്വാസമാണ് ഞാൻ എന്തായാലും രക്ഷപ്പെടും, അല്ലെങ്കിൽ ഞാൻ എന്തായാലും വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് ഇത് സക്സസ് ആവും, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് ഇത് വളരെയധികം സക്സസ് ആവും. അങ്ങനെ നമുക്ക് മുൻകൂട്ടിയിട്ടുള്ള ഒരു വിശ്വാസമാണ്. അത് അനുഭവത്തിൽ ഇല്ലെങ്കിലും അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം.
ഈ എഡിസൺ പറഞ്ഞ ഈ ഒരു വാചകം എന്താണ് പറയുന്നത്? അതായത് ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, 10,000 വഴികളിലൂടെ ഞാൻ മനസ്സിലാക്കി അത് വർക്ക് ചെയ്യില്ല എന്നുള്ളത്. ഇത് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലൊരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ഒരു പരാജയമായിട്ടല്ല കാണുക, അതിനു പകരം എൻ്റെ വിജയത്തിലേക്ക് എന്നെ നയിക്കുന്ന ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു പരാജയത്തെ ഞാൻ കാണാം. അപ്പോൾ ഇത്തരത്തിലെ ഒരു ഫെയ്ത്ത് നമുക്കുണ്ടാവേണ്ട അത്യാവശ്യമാണ്. ഈ ഒരു ഫെയ്ത്ത് ഉണ്ടാവുന്നതിനും നമുക്ക് ആവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ റീപ്രോഗ്രാം ചെയ്യുന്നതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന സെൽഫ് ഹിപ്നോസിസ് മെത്തേഡ്. വേറെ ഒന്നെന്ന് പറയുന്നത് ഇമാജിനേഷനാണ്. നമുക്ക് നമ്മളെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമാജിനേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമാജിനേഷൻ ഒരു വിശപ്പായി പ്രവർത്തിക്കും. നമുക്ക് എപ്പോഴും ലൈഫിൽ ഇമാജിനേഷനും വേണം, അതിനെ ബാലൻസ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ഷൻസും വേണം. ചില മോമെൻറ്റ്സിൽ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്ന മോമെൻറ്റ്സിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമാജിനേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഇമാജിനേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്ന തരത്തിലുള്ള ഇമാജിനേഷൻസ് ആയിരിക്കണം. ആ തരത്തിലുള്ള ഇമാജിനേഷൻസ് തുടരെ അത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ബ്രെയിനിലെ പുതിയ ന്യൂറൽ കണക്ഷൻസ് അത് സ്ട്രോങ് ആകുന്നതിന് അത് നമ്മെ സഹായിക്കും. അതായത് അത് നമ്മുടെ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെയ്ത്തിലേക്ക് വരുന്നതിന് അത് നമ്മെ സഹായിക്കും. ഇനി പരാജയപ്പെടുന്നവരുടെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് അവർ വിചാരിക്കുന്നത് ഒരു തവണ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻഡ് ഓഫ് ദ ലൈഫ്, ജീവിതത്തിൻ്റെ അവസാനമാണെന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് എന്തൊരു കാര്യവും ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതിൽ നിന്ന് വേറൊരു കാര്യം നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് നാം കുറേ കാര്യങ്ങൾ നന്നായി പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു അറ്റംപ്റ്റിൽ, അടുത്തൊരു ശ്രമത്തിൽ നമുക്ക് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പരാജയപ്പെടുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. പരാജയപ്പെടുമ്പോൾ എന്നുള്ളൊരു ഭയമാണ്. അത് പരാജയപ്പെട്ട് കഴിഞ്ഞാലോ അതോടുകൂടി അവരുടെ ആത്മവിശ്വാസം തീർന്നു, അതോടുകൂടി എല്ലാം തീർന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് എല്ലാ മാജിക്കുകളും സംഭവിക്കുന്നത്. എന്തൊരു കാര്യവും നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഒന്നിൽ കൂടുതൽ തവണ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആർക്കും പരാജയം എന്നുള്ളത് ഒരു കൺസേണേ ആവില്ല. അതായത് അങ്ങനെ പരാജയപ്പെടുമ്പോഴാണ് അത് എന്നെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം എൻ്റെ ലൈഫിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ രണ്ടാമത്തെ ഒരു വീട് ഞാൻ റെൻറ്റിന് കൊടുത്തിരുന്നു. ആദ്യത്തെ ഒരു ടെനൻറ്റിന് ആ വീട് റെൻറ്റിന് കൊടുത്തതിന് ശേഷം അയാൾ ആദ്യത്തെ 8 മാസം റെൻറ്റ് തന്നു. അതിന് ശേഷം അയാൾ റെൻറ്റ് തന്നില്ല. അങ്ങനെ അയാൾ റെൻറ്റ് തരാതെ അവിടെ പിന്നെ 10 മാസത്തോളം അവിടെ താമസിച്ചു. അങ്ങനെ അതിന് ശേഷം അയാളെ ഒരു തരത്തിൽ അയാളെ പുറത്താക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം റെൻറ്റിന് വീട് കൊടുക്കുന്ന എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതെൻ്റെ ഒരു ഫെയിലിയർ ആണെന്ന് കരുതാം. പക്ഷേ ആ സമയത്ത് എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞു, മോനെ ഈ പരിപാടി പോണ്ട, ഇത് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ്, മോൻ ആ വീട് വിറ്റോ, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ആ മൊമെൻറ്റിൽ ആ ഒരു പരാജയം കുറച്ച് അറിവുകളാണ് പകർന്നു നൽകിയത്. അതായത് എങ്ങനെയുള്ള ഒരു ടെനൻറ്റിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതെപ്പോഴും സക്സസ് ആവണമെന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു അറിവുണ്ടാവുന്നതിനാണ് നമ്മെ സഹായിക്കും. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എന്തൊക്കെ രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ടെനൻറ്റിനെ കണ്ടുപിടിക്കാൻ. അതിൻ്റെ ഭാഗമായി രണ്ടാമതൊരു ടെനൻറ്റിനെ കണ്ടുപിടിച്ചു. അയാൾ ഇത്രയും കാലം വളരെ സ്മൂത്തായിട്ട് പോയി. ഇനി നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ല. പക്ഷെ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അതവിടെ ഡ്രോപ്പ് ചെയ്യാതെ അതിലേക്ക് വീണ്ടും ഇനി മുൻപോട്ട്, പക്ഷേ ആ മുമ്പോട്ട് പോകുമ്പോൾ ഈ പഴയ ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു പാഠം പഠിച്ചതിന് ശേഷമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ മുന്നേറുന്നതിന് നമ്മെ സഹായിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫിയർ, ഭയം വരും. ഇത് എനിക്ക് പരാജയമാണ്, ഇനി എനിക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് അവിടെ പരാജയപ്പെടാതെ അത് വിജയത്തിലേക്കുള്ളൊരു മുന്നോടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ തുറന്നു തരും. ഇനി വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ പ്രഭാവലയം അല്ലെങ്കിൽ നമ്മുടെ ഓറയെ വളരെയധികം ശക്തിപ്പെടുത്തുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കുന്നതിനായിട്ട് ആദ്യം വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. അതായത് നമുക്കിപ്പോൾ 7 എനർജി സെൻറ്റേഴ്സ് ആണുള്ളത്, അല്ലെങ്കിൽ 7 എനർജി സെൻറ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഏറ്റവും താഴെയുള്ള മൂലാധാര ചക്രം മുതൽ ഏറ്റവും
മുകളിൽ നിൽക്കുന്ന ക്രൗൺ ചക്ര അല്ലെങ്കിൽ സഹസ്രാര ചക്ര. ഈ ഒരു ടെക്നിക്കിൽ കൂടി ചെയ്യുന്നത് 2 എനർജി സെന്റേഴ്സിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇതിൽ ഒന്നാമത്തെ എനർജി സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ചക്ര, രണ്ടാമത്തെ എനർജി സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ സഹസ്രാര ചക്ര. നമ്മളെപ്പോഴും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഈ ഒരു ഹാർട്ട് ചക്ര റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഗ്രീൻ കളറാണെന്ന് വിചാരിക്കുക, ഒരു ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈറ്റ് എനിക്ക് ചുറ്റും ഒരു 3 അടി ഏരിയയിൽ, അതായത് എനിക്ക് ചുറ്റും ഒരു 3 അടി അത്രയും വലുപ്പത്തിൽ എനിക്ക് ചുറ്റും ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ക്രൗൺ ചക്രയിൽ നിന്ന് ഒരു വെള്ള വെളിച്ചം ഒരു 3 ഫീറ്റ് അത്രയും വ്യാപ്തിയിൽ അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു വെളിച്ചം ഈ ഒരു ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ അത് എന്നെ എല്ലാ തരത്തിലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രഭാവം അത് കൂടുതൽ തിളങ്ങുന്നതിന് അല്ലെങ്കിൽ ശോഭിക്കുന്നതിന് ഈ ഒരു ലൈറ്റ് എന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിൽ പറയേണ്ടത്. ഇത് വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മൾ നമ്മെ തന്നെ പ്രോഗ്രാം ചെയ്യാണ്. നമ്മളപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള, നമ്മളൊരു ഹൈ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമുക്കുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിന് ഇത് നമ്മെ സഹായിക്കും. ഇത് എപ്പോഴൊക്കെ നമ്മുടെ ബോധത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു അപ്പോഴൊക്കെ ഇത് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ഏറ്റവും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ കൂടുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതായത് ബാക്കിയുള്ളവർക്കും അത് ഫീൽ ചെയ്യും. ഇയാൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള, ഒരു മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന് ബാക്കിയുള്ളവർക്കും അത് തോന്നും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ആവശ്യം വേണ്ടത് കൂടിയുള്ളൊരു ഇമാജിനേഷനാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ലൈക്കായിട്ടോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റ് ആയിട്ടോ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പരാജയത്തിൽ നിന്ന് വിജയം ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തുന്നതിനെ അത് സഹായിക്കും. അപ്പോൾ ഇതുപോലെ കുറെ ഉപകരിക്കുന്ന നല്ല വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.